സർ ഈ മൂക്കടയുന്നത് അല്ലെങ്കിൽ ഈ നോസ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്തുകൊണ്ടാണ് വരുന്നത്? ഇപ്പോൾ കുട്ടികളിലായാലും അഡൽട്സിലായാലും നമുക്ക് ഒ പിയിൽ കിട്ടുന്ന ഒരു മോസ്റ്റ് കോമൺ കംപ്ലൈൻ്റ് ആണ് നോസ് ബ്ലോക്ക്. ചിലപ്പോൾ ഒരു മൂക്കായിരിക്കും, ചിലപ്പോൾ രണ്ട് മൂക്കായിരിക്കും. അപ്പോൾ കാരണം ഇപ്പോൾ അഡൽട്ടിലും കുട്ടികളിലും വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്താൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് അഡിനോയിഡ്സും അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും മൂക്കടയുക. അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾ വായിലേക്കൂടെ ശ്വാസം എടുക്കുന്നതും അതിൻ്റെതായ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ അഡൽട്സിലാണെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ? അഡൽട്സിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ മൂക്കിന്റെ സെപ്റ്റം ഉണ്ടല്ലോ, ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയും. അപ്പോൾ അത് കൊണ്ടായിരിക്കും ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് വരിക. അല്ലെങ്കിൽ മൂക്കിന്റെ ഉള്ളിൽ രണ്ട് മൂക്കിലും ചിലപ്പോൾ പോളിപ്സ് അഥവാ ദശ എന്ന് പറയുന്ന ഒരു അസുഖം വരും. അതൊക്കെ ഈ അലർജിയും കുറെ കാലമായിട്ടുള്ള മൂക്കിൽ പൊടിയോ അങ്ങനത്തെ പല പ്രശ്നങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ സാർ, അപ്പോൾ ഈ മൂക്കിൽ ഇങ്ങനെ ബ്ലോക്ക് വരുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? കുട്ടികളിലാവുമ്പോൾ മൂക്കിലേക്കൂടെ ശ്വാസം കിട്ടാത്തപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, വായിലേക്കൂടെ ശ്വാസം എടുക്കും. ഓക്കെ, അപ്പോൾ സ്ലീപ്പിന്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ സ്ലീപ്പിന്റെ ക്വാളിറ്റി കുറയുമ്പോൾ അടുത്ത ദിവസം എന്താ സ്കൂളിൽ പോകുമ്പോൾ കുട്ടി അവിടെ നിന്ന് ഉറക്കം തൂങ്ങും, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അഡൽട്സിലാണെങ്കിലോ കൂർക്കമ്പലി, മൂക്കിലേക്കൂടെ ശ്വാസം കിട്ടാത്തപ്പോൾ ആൾക്കാർ വായിലേക്കൂടെ എടുക്കും. അപ്പോൾ കൂർക്കമ്പലി വരും. അഗെയിൻ കൂർക്കമ്പലി വരുമ്പോഴത്തേക്കും അടുത്ത ദിവസത്തെ ഉറക്കത്തിന്റെ ക്വാളിറ്റി ശരിയാവില്ലല്ലോ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയും, ഉറക്കം തൂങ്ങും.